ഹായ്, ഷൈനി വിഷയത്തിൽ ഒരു ഫൈനൽ എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വാസ്തവത്തിൽ കുറേ ദിവസങ്ങളായി ഞാൻ ഷൈനിയുടെ വോയിസ് പുറത്തു വരുന്നുണ്ട്, മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഒരു ഫൈനൽ എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നിയിരുന്നു. ഷൈനിയുടെ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കാരണമാണ് ഷൈനി ഇങ്ങനെയൊരു സൂയിസൈഡ് ചെയ്തതെന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഷൈനി കുട്ടികളെ കൊന്നതിനകത്തൊരു കാരണമുണ്ട്. കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ഷൈനിയുടെ അപ്പനാണ്. അപ്പോൾ അതിലേക്ക് വരാനുള്ള ഒരു കൃത്യമായ എക്സ്പ്ലനേഷനാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഷൈനി മൂത്ത മകളാണ്. ടൈൽസിൻ്റെ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തിക്ക് മൂത്ത മകളെ വലിയൊരു ബാധ്യതയായിരുന്നു. എന്നാലും പഠിപ്പിച്ചു. ജോലിക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ അച്ഛനും കന്യാസ്ത്രീമാരും ഒക്കെ ഉള്ളൊരു നല്ല അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടായ ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം വരുന്നു, കെട്ടിച്ചു കൊടുക്കുന്നു. അതോടെ ബാധ്യത ഒഴിവാക്കി വിട്ട ആളിന് ഷൈനി എന്നും ഒരു ബേർഡൻ തന്നെയായിരുന്നു. ആ വീട്ടിൽ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടും പ്രയാസങ്ങളുണ്ടായിട്ടും ഷൈനി ഒരു കാരണവശാലും ഇയാൾക്കൊപ്പം വന്ന് താമസിക്കാൻ ആഗ്രഹിക്കാതിരുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. കടിച്ച് പിടിച്ച് ജീവിച്ച് മടുത്ത ഷൈനി, തല്ലുകൊണ്ട് ജീവിതം നരകതുല്യമായ ഷൈനി അവസാനം ഒരു തീരുമാനമെടുക്കുന്നു, ഡിവോഴ്സാണ് നല്ലതെന്ന്. അതിന് കാരണമായത് കുടുംബശ്രീയിൽ നിന്നെടുത്ത 3 ലക്ഷം രൂപ എമൗണ്ട് ഷൈനിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ചിലവാക്കിയത് ഷൈനിയുടെ വീട്ടിലെ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ അച്ഛനുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ട് ആ പണം തിരിച്ചു ചോദിക്കുമ്പോൾ, ആ പണം സെറ്റിൽ ചെയ്യാൻ വേണ്ടി തിരിച്ചു ചോദിക്കുന്ന സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് ഷൈനിയുടെ മകളിലേക്ക് ആ ഒരു ബേർഡൻ ഇട്ട് കൊടുത്തത് അവളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ പള്ളിയിലച്ഛനുമാണ്. അപ്പോൾ ഈ ഫാദറും ഇയാളും ഈ പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡും ചേർന്ന് ഭീകരമായി പീഡിപ്പിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളി ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അത് ഷൈനിയുടെ അച്ഛനാണ്. ഷൈനിയുടെ അച്ഛൻ കാരണമാണ് ആ കുഞ്ഞുങ്ങളെ അവൾ കൊന്നുകളഞ്ഞത്. ഈ ഭർത്താവുമായി തെറ്റി വീട്ടിലേക്ക് വന്ന ഇവൾക്ക് അവിടെ ഒരു രീതിയിലുള്ള സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തെളിവാണ് ആ കുഞ്ഞുങ്ങളെ പറ്റി അയൽപക്കക്കാരുടെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ. അതിനകത്ത് അയൽപക്കത്ത് പാലിയേറ്റീവ് കെയർ നടത്തിയിരുന്ന ആൾ ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായി തരുന്നുണ്ട്. ആ എക്സ്പ്ലനേഷനിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്, ഈ കുട്ടികളെ കളിക്കാൻ അപ്പുറത്തെ കളിക്കാൻ പോകാൻ സമ്മതിക്കില്ല, TV കാണാൻ സമ്മതിക്കത്തില്ല, അവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ഏർപ്പാട് ചെയ്തിരുന്നു. ഈ വല്യപ്പച്ചൻ ഒരുപാട് രീതിയിൽ ആ കുട്ടികളെ മെൻ്റലി ഹറാസ് ചെയ്തിരുന്നു. അതിനേക്കാൾ ഉപരി ഈ ജോലി അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ അവൾക്ക് കൊടുക്കുകയും, കാരണം അവൾക്ക് ജീവിക്കണമല്ലോ, അതിൻ്റെ ഉള്ള ഹെൽപ്പ് ചെയ്തത് ഇയാളായതുകൊണ്ട് തന്നെ ഈ കുട്ടികളെയും കൊണ്ട് ഇവളിവിടെ തുടരുമെന്ന് തിരിച്ചറിഞ്ഞ വല്യപ്പച്ചൻ അവരെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ ജോലിയിൽ നിന്ന് ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആ പാലിയേറ്റീവ് കെയറുമായിട്ട് വഴക്കുണ്ടാക്കുകയും മകളവിടെ ജോലി ചെയ്യുന്നുള്ള തിരിച്ചറിവില്ലാതെ അവരുമായിട്ട് ഉടക്കി ആ പ്രശ്നത്തിൽ ജോലി കളയേണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഷൈനിയെ കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ എത്തിക്കുമ്പോൾ ഷൈനി വീണ്ടും തോറ്റു കൊടുക്കാതെ മറ്റൊരു ജോലി അന്വേഷിക്കണം മറ്റൊരു സ്ഥലത്തേക്ക്. ഈ ഒരു ഏരിയ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫാദറിൻ്റെ കൈയെത്താത്ത സ്ഥലം ഉണ്ടല്ലോ. പലരും കമൻസിലൊക്കെ വന്നിട്ട് മലപ്പുറത്തേക്ക് കൊണ്ടുവരും, അവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവരും എന്ന് പറയുന്ന കണക്ക് ആ കുട്ടി മറ്റാരുടെയോ സഹായത്തോടു കൂടി കുറച്ച് ദൂര സ്ഥലത്തേക്ക് ജോലി അന്വേഷിക്കുന്നതും ജോലി അന്വേഷണത്തിൻ്റെ ഫലമായി ജോലി കിട്ടുകയും ചെയ്തു. പക്ഷെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ സെക്യൂറായി നിർത്താനായിട്ട് അവൾക്ക് ഒരു സ്ഥലമില്ല. അത് അവൾ ഹോസ്റ്റലിൽ നിർത്തണം. 15,000 രൂപ കയ്യിൽ കിട്ടിയത് കൊണ്ട് കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തുന്ന കാര്യം പോസിബിൾ അല്ല. അപ്പം പകച്ച് പണ്ടാരം അടങ്ങി നിന്ന അവൾക്കൊരു ആറുതൽ കൊടുക്കുന്നതിന് പകരം ഈ വൃത്തികെട്ട മനുഷ്യൻ നിരന്തരമായി അവളെ മാനസിക പീഡനത്തിന് ഇരയാക്കുകയും അതിൽ കൂടെ മനം നൊന്താണ് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊന്നുകളയുകയും ചെയ്തത്. ഇപ്പോൾ ഷൈനിയാണോ കൊന്നാന്ന് ചോദിച്ചാൽ അല്ല, ഷൈനിയെ കൊണ്ടത് ചെയ്യിച്ചത് ഷൈനിയുടെ അച്ഛനാണ്. ഇയാളെയും അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മാത്രവുമല്ല, പോക്സോ ആക്റ്റാണ് അയാൾക്കെതിരെ ചുമത്തേണ്ടത്. കാരണം ഈ കുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചതിനുള്ള തെളിവുകൾ അയൽപക്കക്കാരൻ കൊടുക്കുന്നുണ്ട്. ഇയാളുടെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഒന്നുകൊണ്ട് മാത്രം ഗാർഹിക പീഡനത്തിന് വിധേയമാക്കപ്പെട്ട 2 പിഞ്ചു കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഷൈനിയുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ ആകെ മൊത്ത പിക്ചറിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ വിചാരിക്കും ഭർത്താവിനെ നമ്മൾ വിട്ടോന്ന്. അല്ല, ഷൈനിയുടെ മരണകാരം പൂർണ്ണമായും ഭർത്താവാണ്, ഭർത്താവിൻ്റെ ചേട്ടൻ തന്നെയാണ്. ജീവിക്കാൻ നിവർത്തിയില്ല, ജീവിക്കാൻ അനുവദിക്കാതെ ഷൈനിയെ പിന്തുടർന്ന് ആക്രമിച്ചു കൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ ചേട്ടൻ തന്നെയാണ്. അവർ തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെ അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്തതും ഈ ഷൈനിയുടെ അച്ഛൻ തന്നെയാണ്. നമ്മൾ വിവാഹം കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ പണി തീർന്നു പറഞ്ഞ് കൈ കഴുകുന്നൊരു രീതിയുണ്ട്. തെറ്റാണത്. നമ്മളുടെ കുഞ്ഞുങ്ങളാണ്, അവർ മറ്റൊരു വീട്ടിൽ ജീവിക്കാൻ പോയതാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു ബോധം വേണം. കെട്ടുകഴിഞ്ഞ് അതിനെ ഞങ്ങൾ ഒഴിവാക്കാം എന്നുള്ള ചിന്തയുള്ള ഷൈനിയുടെ അപ്പനെ പോലുള്ളവർ സമൂഹത്തിന് ഏറ്റവും വലിയ ബാധ്യതയാണ്. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു തിരിച്ചറിവുണ്ടാക്കാനും ഇങ്ങനെ ചെയ്താൽ ഇതുപോലൊരു പണിഷ്മെൻ്റ് ഉണ്ടാകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്കെതിരെയാണ് സത്യം പറഞ്ഞാൽ
ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ടത്. ചിരിച്ച് അയാൾ ആ വർത്തമാനം പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായത് അയാൾ വലിയൊരു ശല്യം ഒഴിവായി കിട്ടി എന്ന സമാധാനത്തിലാണുള്ളത്. കുടുംബക്കാരും ഒക്കെ ആ സമാധാനമായിരുന്നു. ആകെ നമ്മൾ കുറച്ച് മനുഷ്യരാണ് ഷൈനിക്ക് വേണ്ടി കരയുന്നത്. കണ്ണടയ്ക്കുമ്പോൾ ആ പിഞ്ചു മക്കളുടെ കണ്ണാണ്, അവരുടെ ആ നിസ്സഹായതയുള്ള നോട്ടമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം അത്രത്തോളം നമ്മളിത് ഹോണ്ട് ചെയ്യണമെങ്കിലും ഇവർക്കാർക്കും പൊടി പോലും വിഷമമില്ല എന്നാണ് അവരുടെയൊക്കെ ആ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ആകെ മൊത്തം 3 പേര് നിസ്സഹായ അവസ്ഥയിൽ വേറെ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണക്കാരായവർ നിസ്സാരമായിട്ടിരിക്കുന്നു. കേട്ട നമ്മൾ വല്ലാണ്ട് പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്നു. സോ ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതാണ് ഞാനൊരു ഷൈനി വിഷയത്തിലൊരു ഫൈനൽ ടോപ്പിക്കായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം. ദാറ്റ്സ് സോ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നിങ്ങളുടെ എന്താണ് പറയണതെന്ന് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ കമൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പള്ളിയിലെ അച്ഛൻ കുറ്റക്കാരനാണോ, ഓസ്ട്രേലിയയിൽ നിന്ന് അയാളെ നാട്ടിൽ കൊണ്ടുവരണം. നമ്മളിനി ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചല്ലോ. ഒരു ഫാദറായ ഒരാൾക്ക് വേണ്ട ഒരു വ്യക്തിത്വം അത് അയാൾക്കില്ല. അപ്പം ഞാനും കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ കുട്ടികളും പഠിക്കുന്നത് ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളിൽ തന്നെയാണ്. അവിടെയൊക്കെ ഉള്ള ഫാദേഴ്സ്, അത് ഓൺ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് കെയർടേക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെയൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യമാണ്. ബിക്കോസ് പൊളൈറ്റായിരിക്കും, മറ്റുള്ളവരുടെ ഫീലിങ്സ്, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അതാണ് വൈദികൻ എന്ന് പറയുന്നത്. അത് മറ്റൊരു ടേമാണ്. ആ രീതിയിലുള്ള ഒരു ചിന്താധാരയും ഇല്ലാത്ത ഒരു ക്രൂര മനസ്സുള്ള ഒരു വൃത്തികെട്ടവനെ വൈദികൻ എന്ന് വിളിക്കുന്നത് പോലും സത്യം പറഞ്ഞാൽ അവർ ആ ഒരു വിഭാഗത്തിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇതിക്കിടയിലുള്ള ഈ പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ നീക്കി നിർത്തുകയും ചെയ്യാൻ നമ്മൾ ഉത്സാഹിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ നോബിയെയോ നോബിയുടെ ബ്രദറിനെയോ ഞാനിവിടെ ഒരിക്കലും നല്ലതെന്ന് പറയത്തില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള കൊലപാതകി എന്ന് പറയുന്നത് ഷൈനിയുടെ അപ്പനാണ്. അതിനകത്ത് തർക്കമേ ഇല്ല. ആ പെൺകുട്ടിയെ മരണത്തിന് വിട്ടുകൊടുത്തത് അയാളാണ്. വീട്ടിലെ ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രമല്ല, അവളുടെ സ്വന്തം വീട്ടിലും അവളത് അനുഭവിച്ചിരുന്നു. ബോൾഡായിട്ട് അവൾക്ക് തിരിച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈകളിലുള്ളത് 2 പെൺമക്കളാണ്. നല്ല ബലവുമുള്ള ബുദ്ധിയും ബോധവുമുള്ള പെൺമക്കൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളപ്പോൾ പിഞ്ചു കുട്ടികളെയും കൊണ്ട് അവൾ എന്ത് ചെയ്യുമായിരുന്നു? പകച്ച് പണ്ടാരടങ്ങി നിന്ന് അവൾക്ക് ആരും സഹായം ഇല്ലാത്തതുകൊണ്ട് അവളെടുത്ത തീരുമാനമാണ് ശരിയെന്ന് ഞാൻ പറയും. പിച്ചി ചീന്താനായി ആ കുട്ടികളെ വിട്ടിട്ട് പോവാതിരുന്നത് ഏറ്റവും വലിയ കാര്യം. മൂത്ത മകൻ കരയുമ്പോൾ എനിക്ക് ലവലേശം പോലും കണ്ണീര് വരുന്നില്ല. അതിൻ്റെ കാരണം, ആരെന്ത് പറഞ്ഞാലും പെറ്റതള്ളയല്ലേ. അമ്മയ്ക്കെതിരെ അങ്ങനെ ഒരു പേപ്പർ കൊടുക്കാൻ തയ്യാറാകണമായിരുന്നു. ബോഡി കൊണ്ടുപോകാൻ പോലും അച്ഛന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെയും തെറ്റ് ചെയ്തത് മകൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കഥ മുഴുവൻ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആ മകൻ ചെയ്തതിലും ശരിയുണ്ട്. കാരണം ഈ തന്ത രക്ഷപ്പെട്ടു. കാരണം ഈ ശവമടക്കം എന്നൊക്കെ പറയുമ്പോൾ നല്ല ചിലവാണ്. 3 പേരുടെ പെട്ടി, 3 പേരുടെ അത് പെട്ടി, ആ കവറ് കുഴിക്കുന്നതിന് പൈസ, അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യണം. എങ്ങനെയാലും 2 രൂപ കയ്യിൽ നിന്ന് പോകും. അതും കൂടെ ഈ തന്തയ്ക്ക് വയ്യ. അത് അയാൾ അതുകൊണ്ടാണ് മൗനമായിട്ട്, അല്ലെങ്കിൽ അത് എതിർക്കണം, കൊണ്ടുപോകാൻ തരൂലടാ, അതിനെ തിത്തിക്കീറാൻ തരത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരു അച്ഛൻ അങ്ങനെയൊക്കെ പറയണമല്ലോ. പക്ഷെ അയാൾ മൗനമായിരുന്നത് യഥാർത്ഥ കൊലപ്പുള്ളി അയാളാണ്. യഥാർത്ഥ കൊലയാളി ഷൈനിയുടെ അച്ഛനാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സോ മച്ച്.